പേഴ്സണൽ ചോയ്സാണ്. അപ്പം ഞങ്ങൾ തമ്മിലപ്പം ഞങ്ങളുടെ അപ്പയുടെ മക്കളും ഫാമിലി ഞങ്ങളെല്ലാവരും കോൺഗ്രസ്സുകാരാണ്. അത് എൻ്റെ ഹസ്ബൻഡും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കൺഫ്യൂഷനേ ഇല്ല. റോഷി വിശ്വസിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന പാർട്ടിയിൽ കാൻഡിഡേറ്റായിട്ട് തുടരുന്നു, മത്സരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ശക്തമായി UDF വേണ്ടി മുമ്പോട്ട് പോകും. അങ്ങനെ ഒരു സീറ്റിന്റെ പേരിലല്ല ഞാൻ പാർട്ടി മാറിയത്. അങ്ങനെ ഒരു ആരോപണം എൻ്റെ പേരിലുണ്ട്. ഇലക്ഷൻ ബസിന്റെ യാത്ര ഇങ്ങനെ തുടരുന്ന സമയത്ത് നമ്മുടെ ഈ വണ്ടിയിൽ സ്ത്രീകളൊന്നും കയറിയില്ല. പുരുഷ പ്രാതിനിധ്യം മാത്രം പോരാ, അങ്ങനെ വെറും സ്ത്രീ പ്രാതിനിധ്യമല്ല, ശക്തമായ 2 സ്ത്രീ പ്രതിനിധികൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സജീവമായി ഇലക്ഷൻ പ്രചാരണത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മുഖം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നത് മറിയ ഉമ്മൻ്റെയാണ്. ചാണ്ടിയാണോ മറിയാണോ കൂടുതൽ സ്പീഡിൽ ഓടുക ഒരു പറച്ചിൽ വരെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചാരണം? നല്ല ശക്തമായി തന്നെ ഇലക്ഷൻ പ്രചരണം നടക്കുകയാണ്. കേരളത്തിലുടനീളം UDF അനുകൂലമായ ഒരു ശക്തമായ ഒരു വേവ് തന്നെയുണ്ട്. ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ഷോർട്ട് നോട്ടീസാണ്. അപ്പം ചെല്ലാൻ പറ്റുന്നിടത്തൊക്കെ എത്താൻ പറ്റുന്നിടത്തൊക്കെ എത്തുന്നു. UDF നല്ല രീതിയിൽ മുമ്പോട്ട് വരും എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിലാണ് മറിയ ഇത്ര സജീവമായി ഇടപെടുന്നത്. മുമ്പ് അപ്പമുള്ള തെരഞ്ഞെടുപ്പിലൊന്നും ഇതുപോലെ കണ്ടിട്ടില്ല. അപ്പോൾ വളരെ സജീവമായി മറിയ ഉമ്മൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ്. അത് ഇന്ന് രാവിലെയും കൂടെ ഞാൻ മാതൃഭൂമിയുടെ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതേ ഉള്ളൂ. ഞാൻ 10-15 വർഷമായിട്ട് സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊരു വളരെ ലോ പ്രൊഫൈലായിരുന്നു എന്ന് മാത്രം. അപ്പയുടെ മരണശേഷം ഒരുപാട് പബ്ലിക് ഇവൻറ്റ്സ് വന്നപ്പോൾ അതിനൊരു വിസിബിലിറ്റി വന്നു. കഴിഞ്ഞ 2-2.5 വർഷം നോക്കിയാലും ഞാൻ ഇതേപോലെ തന്നെ സോഷ്യൽ വർക്ക് എല്ലാവരുമായി സാമൂഹ്യ നേതാക്കന്മാരുമായി കണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇലക്ഷൻ വന്നപ്പം കുറച്ച് പേരൊക്കെ അങ്ങനെ മുമ്പോട്ട് വന്നപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ പക്ഷേ ആദ്യമായിട്ടാണ്, കഴിഞ്ഞ പാർലമെന്റിലും ഉണ്ടായിരുന്നു, ചാണ്ടിയുടെ ഇലക്ഷനും ഉണ്ടായിരുന്നു, അപ്പ ഉണ്ടായിരുന്ന കാലത്ത് അപ്പയുടെ ഇലക്ഷന് മാത്രമേ വന്നിട്ടുള്ളൂ. എല്ലാവരും പ്രതീക്ഷിച്ചത് ഇത്തവണ മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയാവുമെന്നാണ്. എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞു ഞങ്ങൾ വേറെ ആയിരുന്നു വിചാരിച്ചിരുന്നതെന്ന്. അവസാന നിമിഷം സീറ്റ് കിട്ടാതായപ്പോൾ വിഷമം വന്നു. അയ്യോ, അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കോന്നിയിലെ നിയോജക മണ്ഡലം കൺവെൻഷനിൽ വെച്ച് MP പറയുമ്പോഴാണ് അത് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞതിൽ സത്യം പറഞ്ഞാൽ എനിക്കതിനെ വലിയൊരു പ്രിവിലേജായിട്ട് ഞാൻ കാണുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി എന്നെ അവരൊരു സ്ഥാനാർത്ഥിയായി കൺസിഡർ ചെയ്തിരുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു അംഗീകാരമാണ്. അത് ചാണ്ടി പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിക്കുള്ള ഒരു അംഗീകാരമാണ്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ എന്തായാലും ഉറപ്പാണ്. അല്ലല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. ഇത് ഇലക്ഷൻ ടൈമിന് UDF വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. UDF എന്തായാലും ഭരണത്തിൽ വരണമെന്ന്. ഒരു അപ്പ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി നിന്ന ഒരാളാണ്. അപ്പൊ ആ ജനറ്റിക്സ് കിട്ടാതിരിക്കില്ലല്ലോ. അപ്പൊ ഒരു കൈ നോക്കിയാലോ എന്നൊരു ആലോചന ഇല്ല? അല്ല, അങ്ങനെ ഒരു ആലോചന തൽക്കാലമില്ല. എന്ന് വെച്ചാൽ അപ്പയാണ് രാഷ്ട്രീയക്കാരനാണ്. അപ്പ ഈസ് എ പൊളിറ്റീഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അപ്പയാണ് ഏറ്റവും വലിയൊരു സാമൂഹിക പ്രവർത്തകൻ. അപ്പോൾ ഞാൻ അപ്പയുടെ ആ ഒരു മാർഗത്തിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ തൽക്കാലമുള്ള പ്ലാനും അങ്ങനെ തന്നെയാണ്. അതാണ് എനിക്ക് ഇപ്പോൾ പറയാം. ഇന്ന് മാത്രമല്ല, എനിക്ക് ചാണ്ടി പറഞ്ഞു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്ന് പരസ്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ചാണ്ടി എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? അത് അപ്പയുടെ ചാണ്ടി പറഞ്ഞല്ലോ, ചാണ്ടി അത് ക്ലിയർ ആക്കിയല്ലോ. അത് അപ്പയുടെ അഭിപ്രായമായിരുന്നു. അപ്പ അങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പ ഉണ്ടായിരുന്നപ്പം ഞാൻ അപ്പയുടെ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പയോട് വഴക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പ എന്താ ചാണ്ടി ഒന്നും പ്രൊമോട്ട് ചെയ്ത്? അപ്പോൾ അപ്പ പറഞ്ഞു മോളെ അത് ശരിയല്ല, ഒരാൾ വേണം. അതാണ് അപ്പയുടെ അഭിപ്രായമാണ്. അപ്പ അത് പ്രാക്ടീസ് ചെയ്തു. അതാണ് ചാണ്ടി പറഞ്ഞത്. ചാണ്ടി പിന്നെ പറഞ്ഞല്ലോ ഒരാളെയും കൂടെ പാർട്ടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് അപ്പയ്ക്കുള്ള അംഗീകാരമായിട്ട് ചാണ്ടി പറയുകയും ചെയ്തു. വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അല്ല, മുമ്പ് അച്ചു വരും എന്നൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇപ്പോൾ മറിയയുടെ പേര് വളരെ സജീവമായി വന്നു. സ്ഥാനാർത്ഥിത്വത്തിന്റെ തൊട്ടടുത്ത് വരെ വന്നു. അവസാന നിമിഷമാണ് പോയത്. അപ്പോൾ ഇനിയിപ്പം മറിയ കൂടി വരുന്നതിൽ ചാണ്ടിക്ക് എന്തായാലും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അങ്ങനൊരു സംസാരത്തിലേക്ക് ഇപ്പം നമുക്ക് അങ്ങനൊരു കാര്യം ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതൊരു അന്നും ഞാനും ചാണ്ടി രണ്ടുപേരും ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു, പാർട്ടി ആവശ്യപ്പെടുവാണെങ്കിൽ അപ്പം പറയാം. ഇപ്പോൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങനൊരു ഡിസ്കഷൻ വന്നില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളിപ്പോൾ കുറച്ച് വിവാദങ്ങളെ പറ്റി ചോദിക്കാണ്ട്. പക്ഷെ അതിന്റെ മുന്നേ വിവാദങ്ങൾ ഇങ്ങനെ ഓരോ നിമിഷവും കൂടെ പിന്തുടരുന്ന മറ്റൊരു താരം കൂടി നമ്മളോടൊപ്പം. ശ്രീന ദേവി കുഞ്ഞമ്മ. ശ്രീന, ഇത് ഒരു UDF-നൊപ്പം ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അല്ലേ? ഇങ്ങനെ ഒരു വലിയ വാർ ഫ്രണ്ടിൽ, മരിയ പറഞ്ഞതുപോലെ ഒരു വാർ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ UDF-നൊപ്പമുള്ള ആദ്യത്തെ വലിയ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയുണ്ട് അനുഭവം? നല്ലൊരു അനുഭവമാണ്. UDF-നെ സംബന്ധിച്ച്
കേരള ജനതയെ സംബന്ധിച്ചും വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കേരളത്തിൽ പലയിടത്തും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം വലിയ രീതിയിലുള്ള ഒരു പബ്ലിക്, നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചും വലിയ കാര്യം, പാർട്ടി അണികളേക്കാൾ. അപ്പോൾ അത് ഇത്തവണ UDFന് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ത്രൂ ഔട്ട് ഈ ഒരു പ്രോസസ്സിലുണ്ട്. UDF രംഗത്ത് വളരെ സജീവമാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, വിജയിച്ചു, അതിൻ്റെ ഒരു അംഗീകാരമുണ്ട്. മുമ്പ് CPIയിലും സമാനമായ പദവി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ പാർലമെന്ററി പൊളിറ്റിക്സിൽ. അപ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ഒരു വലിയ വിസിബിലിറ്റി ഇപ്പോൾ ഉണ്ട്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിൻ്റെ ഒരു വനിതാ മുഖമായി മാറാനുള്ള ഒരു രീതിയിലാണോ? അതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളെ അംഗീകരിക്കപ്പെടുക അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. UDFൻ്റെ ഭാഗമായതിനു ശേഷം അനുഭവിക്കാൻ സാധിച്ച ഒരു പ്രത്യേകത, ഒരു ജനാധിപത്യത്തിൻ്റെ സുഖം, അത് വളരെ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സംഘടനാപരമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറയുന്നത്, ഒരു അടിച്ചമർത്തൽപ്പെടലില്ലാതെ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. UDFൻ്റെ ഭാഗമായതിൽ, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായതിൽ അങ്ങനെ ഒരു വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു കാര്യം ഈ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളാണ്. ശ്രീന അതിൻ്റെ മുന്നേ തന്നെ മാറിയെങ്കിലും നമ്മളിപ്പോൾ ഇന്ന് ഓരോ ദിവസവും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ഇത്തവണ അടുത്ത അപ്പുറത്തെ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അങ്ങനെ കേരളം ഒട്ടാകെ നമ്മൾ ഈ പ്രതിഭാസം കാണുന്നുണ്ട്. അതിനോടുള്ളൊരു പ്രശ്നം, അതായത് നമുക്ക് മുമ്പൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ശരിയാണോ, ഐഡിയോളജിക്കലി അത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ശ്രീനയുടെ ഒരു അനുഭവം, CPI പോലെ ഇടതുപക്ഷത്ത് ഉറച്ചു നിന്നിരുന്ന ഒരാളാണ്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കുമ്പോൾ ആളുകൾക്ക് ഇത് ഓക്കെയാണോ? ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഫസ്റ്റ് പോയിന്റിൽ അത് ഓക്കെ അല്ല. കാരണം പബ്ലിക് അതിനെ, ജനങ്ങൾ ആരും തന്നെ, ഏതൊരു വ്യക്തിയും അത് അംഗീകരിക്കില്ല. പക്ഷേ എന്തുകൊണ്ട് പാർട്ടി മാറി എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു? ആ തീരുമാനം ഒരിക്കലും ഒരു സീറ്റ് ലഭിക്കാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പാർലമെന്ററി പൊളിറ്റിക്സിൽ നമുക്കൊരു സ്പേസ് വേണം, അത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനായിരുന്നു പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഒരു വലിയ രീതിയിലുള്ളൊരു അംഗീകാരം കിട്ടില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സീറ്റിൻ്റെ പേരിലല്ല ഞാൻ പാർട്ടി മാറിയത്. അങ്ങനെ ഒരു ആരോപണം എൻ്റെ പേരിലുണ്ട്. ജില്ലാ പഞ്ചായത്ത് സീറ്റ് നിഷേധിച്ചപ്പോഴാണ് പാർട്ടി മാറിയത്. പക്ഷേ ഞാൻ ജില്ലാ പഞ്ചായത്ത് സീറ്റ് നിഷേധിച്ച് പാർട്ടി മാറിയിട്ട് മത്സരിച്ച സീറ്റ് 20 വർഷമായിട്ട് UDF പരാജയപ്പെട്ട് നിൽക്കുന്ന സീറ്റാണ്. LDFൻ്റെ കുത്തക സീറ്റാണ്. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാൽ LDFൻ്റെ കുത്തക സീറ്റായിട്ട് പത്തനംതിട്ട ജില്ലയിൽ പറയാൻ സാധിക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് പള്ളിക്കൽ. അപ്പോൾ അവിടെ മത്സരിക്കാനായിട്ട് ഞാൻ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് UDFിലേക്ക് വന്നു എന്നൊക്കെയുള്ള ആരോപണം ഒരു ലോജിക്കിന് നിരക്കുന്നതല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് പാർട്ടി വിടാനുള്ള പ്രധാന കാരണം CPIക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു അഴിമതിക്കാരനായ നേതാവിനെതിരെ ഒരു പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി വരുന്നു. പരാതി കൊടുക്കുന്നു, അത് ശരിയാണ് എന്ന് അന്വേഷിച്ച് പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അയാൾക്കെതിരെ നടപടി വരുന്നു. പക്ഷേ അതിനുശേഷം ഒരു വിലക്കപ്പെട്ട കനി എന്ന് വിളിക്കേണ്ട ഒരു വിലക്ക്, വലിയ രീതിയിലുള്ളൊരു വിലക്ക് അനുഭവിക്കേണ്ടി വരുന്നു. സംസ്ഥാനത്ത് ഒരിടത്തും പങ്കെടുക്കുന്ന, ഇപ്പോൾ പറഞ്ഞു വിസിബിലിറ്റി സ്റ്റേറ്റോട്ട് ലഭിക്കുന്നുവെന്ന്. എന്നെ AIVFൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 2025 ജനുവരി 31 രാത്രി 11:30 മണിക്ക്, ഓർക്കണം, എന്തൊരു വലിയ ക്രിമിനൽ കുറ്റം ചെയ്തതുപോലെയുള്ള ഒരാളെ പുറത്താക്കുന്ന പോലൊരു നടപടി ഉണ്ടായി. ആ നടപടിക്ക് ആധാരമായിട്ട് അവർ പറഞ്ഞത് മാവേലിക്കരയിൽ നടന്ന AIVFൻ്റെ ഒരു മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു എന്നുള്ളതാണ്, പങ്കെടുത്തില്ല എന്നുള്ളതല്ല. അതായത് ഒരിടത്തും വിസിബിലിറ്റി ഉണ്ടാകരുത്, ഇയാൾ ഇനി ഇവിടെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു എൻ്റെ പേരിലുള്ള കുറ്റം. പിന്നീട് ആ നടപടി പിൻവലിച്ചു, അടുത്ത മാസം തന്നെ തിരിച്ച് എടുക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും വിസിബിലിറ്റി ഉണ്ടായി. അപ്പോൾ വിസിബിലിറ്റി വേണ്ട, ഇങ്ങനൊരാൾ വേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടാവുന്നു. അതിനെ നമ്മൾ സഫർ ചെയ്ത് നിൽക്കുന്നു. ശേഷം മെമ്പർഷിപ്പ് കട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുന്നു. 3 വട്ടമാണ് മെമ്പർഷിപ്പ് ലഭിക്കാൻ വേണ്ടി 3 വർഷം ഞാൻ പൊരുതി. ഓരോ വട്ടവും പൊരുതി തിരിച്ചു പിടിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേണ്ട എന്ന് വെച്ചു. അങ്ങനെയാണ്. ഇത് നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ വിവാദങ്ങൾ പിന്തുടരുന്നുണ്ട്. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുന്നു, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടുന്നു. അപ്പോൾ അതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ വിജയിച്ചു വരാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം. കുഴപ്പമില്ല, അരിയും മണ്ണെണ്ണയൊക്കെ വേണ്ട എന്നാണ് ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനിക്കുന്നതെങ്കിൽ 2-3 മാസം ഞാനത് വേണ്ടെന്ന് തന്നെ വെക്കുന്നു. ഇപ്പോൾ ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. TSO എഴുതിയിട്ടുള്ള റിപ്പോർട്ടുകൾ, എനിക്കെതിരെ RDO എഴുതിയ റിപ്പോർട്ടൊക്കെ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ ചർച്ച ചെയ്താൽ വളരെ രസകരവും വളരെ തമാശയുള്ള കാര്യമാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന അടൂരെ RDO എത്ര ബാലിശമായിട്ടാണ് ഇടതുപക്ഷ ത്തിൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടി, സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടി അത്തരത്തിലുള്ള റിപ്പോർട്ട് എഴുതിയതെന്ന് നമുക്ക് ഹൈക്കോടതിയിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചലഞ്ച് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഒരു പ്രധാന കാര്യം, വ്യാജരേഖ ചമച്ചു എന്നൊരു ആരോപണം എൻ്റെ പേരിലുണ്ട്, ഒരു വ്യാജ ടൈറ്റിൽ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, കേരളത്തിൽ നിങ്ങൾ സ്വന്തം റേഷൻ കാർഡിൽ മറ്റൊരാളുടെ പേര് ചേർക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ വേണ്ട, അന്യനായിട്ടുള്ള ഒരാളുടെ റേഷൻ കാർഡിൽ ഒന്ന് കയറി പറ്റാൻ ശ്രമിച്ചു നോക്കുക. ഉറപ്പായിട്ടും അത് സാധിക്കില്ല. കാർഡിൻ്റെ ഉടമസ്ഥ ഒപ്പിട്ടുകൊണ്ട് അവരുടെ അംഗീകാരത്തോടുകൂടി അവർ നേരിട്ട് ഹാജരാക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ബന്ധമാണെന്ന് തെളിയിക്കുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ
അവർ തന്നെ ഹാജരാക്കി അക്ഷയിലും ഒക്കെ ചെന്നെങ്കിൽ ഇത് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത പ്രോസസ്സാണ്. ഒരു രേഖയും വ്യാജമായി സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ വ്യാജ എന്നുള്ള ഒരു പോയിന്റ് കറക്റ്റ് അല്ല. ഇനി മരിയ ഈ തവണ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം അല്ലെങ്കിൽ ചോദ്യം, തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ ഭർത്താവ് എവിടെയാ മത്സരിക്കണേ എന്നുള്ള ചോദ്യമാണ്. ഇതിനെങ്ങനെ മരിയ എന്താ പറയുന്നത്? എനിക്കതിനൊരു പ്രോബ്ലവും ഇല്ല. എൻ്റെ ഹസ്ബൻഡ് 2021 2020 പാർട്ടിയിൽ ചേർന്നു. അത് അന്ന് അപ്പയുണ്ട്. അന്നും ചെറിയ വാർത്തകളൊക്കെ വന്നിരുന്നു. 2021 തൊട്ട് ഇത്രയും കാലം വരെയും 2020 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ നിയമസഭാ ഇലക്ഷന് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞായിരുന്നു സ്ഥാനാർത്ഥിത്വം കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടും അങ്ങനെ ഇപ്പോൾ സ്ഥാനാർത്ഥി ആയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ വരുന്നത്. 2020 പോയത്. 2020 ഇപ്പം അടുത്തിടെ NDAയിലേക്ക് ചേർന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുകയാണ്. അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഇപ്പം ഞങ്ങളുടെ അപ്പയുടെ മക്കളും ഫാമിലി ഞങ്ങളെല്ലാവരും കോൺഗ്രസ്സുകാരാണ്. അത് എൻ്റെ ഹസ്ബൻഡും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കൺഫ്യൂഷനേ ഇല്ല. റോഷി വിശ്വസിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന പാർട്ടിയിൽ കാൻഡിഡേറ്റായിട്ട് തുടരുന്നു, മത്സരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ശക്തമായി UDFന് വേണ്ടി മുമ്പോട്ട് പോകും. അല്ല, അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പോകേണ്ടി അത് ഇപ്പോൾ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം പാർട്ടി പറഞ്ഞാൽ UDF വേണ്ടി പോകേണ്ടി വന്നാൽ പോകേണ്ടി വരും. അത്രയും ഉറച്ച പാർട്ടിക്കാരിയാണ്. അതിൽ വ്യക്തിബന്ധത്തെക്കാൾ പാർട്ടിയാണ് വലുത്. അല്ല, അത് കുടുംബം ജീവിതം വേറെ, പാർട്ടി വേറെ. നമ്മുടെ പാർട്ടി നമ്മുടെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പൊളിറ്റിക്സ് അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പൊളിറ്റിക്കൽ വ്യൂ, കരിയർ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അപ്പോൾ ഭാര്യ എന്ന നിലയ്ക്ക് അങ്ങനെ അവിടെ പ്രചാരണത്തിന് പോകേണ്ടി വന്നാൽ ഇല്ല, എന്നെ വിളിക്കില്ല. അത് നമ്മൾ ക്ലിയർ ആണ്. റോഷിയുടെ പാർട്ടി, ഞങ്ങൾ കുടുംബപരമായി എല്ലാവരും കോൺഗ്രസ് ആണ്. ശ്രീനയോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് ഇങ്ങനെ ഇംഗ്ലീഷും മലയാളമൊക്കെ നിർത്താതെ പറയുന്നത്? ഞങ്ങൾക്കൊരു പുലിക്കുട്ടിയെ കിട്ടിയെന്നൊക്കെയാണ് ഞാൻ ഈ വെറുതെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പറയുന്നത്. ശ്രീന എപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ഇത്ര എലക്വൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയതാണ് എല്ലാവരുടെയും സംശയം. ഇല്ല, അത് പണ്ടേ ഉണ്ട്. സാധാരണ ഇങ്ങനെയാണ് സംസാരിക്കാറ്. അതിലൊരു അസാധാരണത്വമൊന്നും എനിക്ക് അറിയില്ല. ശരി, അപ്പോൾ എന്തായാലും സന്തോഷം. 2 കോൺഗ്രസിന് സജീവമായി പ്രചാരണ രംഗത്തുള്ള 2 സ്ത്രീ മുഖങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ ബസ്സിൽ കണ്ടത്. നമ്മൾ യാത്ര തുടരുകയാണ്. രണ്ടുപേർക്കും ആശംസകൾ. അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനാർത്ഥികളായി ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. ശരി.